ഇമോഷണൽ തലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സ്കില്ലുകളുമുണ്ട്, ഇൻ്റലക്ച്വൽ തലങ്ങളിൽ നിന്നുണ്ടാകുന്ന സ്കില്ലുകളുണ്ട്. അക്കാഡമിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏത് സ്കൂളിൽ നിന്നാണെങ്കിലും എവിടുത്തെ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ മേഖലയിലുള്ള സ്കില്ലുകളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെന്തൊക്കെ വരും? നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നില്ലേ, സയൻസ് പഠിക്കുന്നില്ലേ, സോഷ്യൽ സയൻസ് പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നില്ലേ, നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്നില്ലേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നില്ലേ, AI ഇതൊക്കെ പഠിക്കുന്നില്ലേ. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഇൻ്റലക്ച്വൽ മേഖലയെ നർച്ചർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന എല്ലാ പഠന വിഷയങ്ങളെയും ചേർത്ത് നമുക്ക് ടേബിൾ ടോപ്പ് സ്കിൽസ് എന്ന് വിളിക്കാം. എന്നാൽ റിയൽ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇമോഷണൽ മേഖലകളുമായിട്ട് കണക്റ്റായി കിടക്കുന്നതാണ്. അത് നമുക്ക് സ്കൂളുകളിൽ നിന്നൊന്നും പഠിപ്പിക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ ബിസിനസ്സിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന്, ബിസിനസ് എന്നാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നു, അക്കൗണ്ടൻസി പഠിക്കുന്നു, ഇതൊക്കെ പഠിക്കുന്നു. ബട്ട് പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് മാത്രം പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പണം ഹാൻഡിൽ ചെയ്യാനുള്ള പല മെത്തേഡുകൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിലും പണം എങ്ങനെ ഉണ്ടാക്കാം, അൾട്ടിമേറ്റ്ലി നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഒരു വിവാഹ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്, അത് നമ്മളെവിടെയും പഠിപ്പിക്കില്ല. കുട്ടികളെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കേണ്ടത് എങ്ങനെയാണ്, അത് നമ്മളെവിടെയും പഠിപ്പിക്കില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, അതെവിടെയും പഠിപ്പിക്കില്ല. സ്വന്തം വീട്ടിലുള്ളവർ തന്നെ നമ്മൾക്ക് ഹാർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അത് നമ്മളെ പഠിപ്പിക്കില്ല. നമുക്ക് ദേഷ്യം വന്നാൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അത് പഠിപ്പിക്കില്ല. ഒരു ടോക്സിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മളെ എങ്ങനെ അതിൽ മെയിൻറ്റെയിൻ ചെയ്യും, അത് നമ്മളെ പഠിപ്പിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ബട്ട് പ്രാക്ടിക്കലി എവിടെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഭയങ്കര സ്കില്ലാണ്, പക്ഷേ ലോകത്ത് ജീവിച്ചു പോകാൻ കുറച്ച് കാര്യങ്ങളില്ലേ, ലോകത്ത് ജീവിച്ചു പോകാൻ അതിട്ടാവില്ല. ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തരുന്ന പോലെ ആയിരിക്കും അതിന് വഴി അറിയാം, അല്ലാതെ വേറെ ഒരുപാട് ഇമോഷണലായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. ഈ വഴിക്ക് പോയാൽ കുറച്ച് നല്ലതാണ്, അവിടെ ഒരു ചായക്കട കിട്ടും നിങ്ങൾക്ക്, മറ്റേ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ റോഡിൽ തണലുണ്ടാവും, അതൊന്നും പറഞ്ഞു തരില്ല. ഇതാണ് വഴി, ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന വഴി ഇതാണെന്ന് പറഞ്ഞു തരും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതും കാണിക്കും. ഇതുപോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ജോലി കിട്ടുന്നവരെ ജോലി കിട്ടുന്നതിൻ്റെ ടെൻഷനായിരുന്നു, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി കൊണ്ടുള്ള ടെൻഷനായിരിക്കും. എന്തുകൊണ്ടാണ്? ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുകയല്ല, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷണങ്ങളുണ്ടായിരിക്കും, അനവധി ആളുകളായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും, പല സിറ്റുവേഷനും ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പഠിച്ചു വളർന്നു വലുതായ ഘട്ടത്തിലൊന്നും എവിടെയും ടഫ് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുക എന്നുള്ളതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടേ ഇല്ല. പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ പറയുക, മോനൊന്നും നോക്കണ്ട, പഠിക്കുക മാത്രം ചെയ്താൽ മതി, മോളൊന്നും നോക്കണ്ട, പഠിച്ച് മാർക്ക് കൊണ്ടുവന്നാൽ മതി, ഇങ്ങനത്തെ മണ്ടൻ നിലപാടുകളെടുക്കും. പഠിച്ച് മാർക്ക് ഇങ്ങനെ കൂട്ടുന്ന കുട്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ടഫ് സിറ്റുവേഷൻസും ഡീൽ ചെയ്ത് ശീലമില്ല. എന്നിട്ട് ഈ 10, 25, 30 വയസ്സിലാണ് ടഫ് സിറ്റുവേഷൻസിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അയ്യോ, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും കാലം പഠിച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി? ഇവരുടെ ആട്ടുതുപ്പും കേൾക്കാനാണോ? ഇവർ പറഞ്ഞൊക്കെ അനുസരിച്ച് തലകുലുക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്? പിന്നെന്താ വിചാരിച്ചേ? 10-25 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജാവാകാൻ പറ്റുന്നോ? അവിടെ നമ്മൾക്ക് ഈ പഠിപ്പും സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിലെത്തിയിട്ട് ആ സർട്ടിഫിക്കറ്റൊക്കെ ഉപയോഗിച്ച് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞൊരു ജോലിയും കിട്ടി, അല്ലെങ്കിൽ PSC എഴുതിയൊക്കെ ഒരു ജോലി കിട്ടി, നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരു ചോദ്യമില്ല. അത് വരയ്ക്കുള്ള സാധനമാണ് ഈ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്താ ചോദിക്കില്ല. നീ എന്നേക്കാൾ മാർക്കോടെ പാസ്സായതാണോ, ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണോ, ഇതൊന്നും ചോദ്യമില്ല അവിടെ. അവിടെ പിന്നെ നിങ്ങൾക്ക് ആ യുദ്ധമൈതാനത്തിൽ നിലനിൽക്കാനുള്ള കഴിവുണ്ടോ എന്നൊറ്റ ചോദ്യമുള്ളൂ. ഇതൊരു യുദ്ധമൈതാനമായിരിക്കും, അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, മാരേജ് ലൈഫ്, ഇതിലേക്കൊക്കെ നോക്കുമ്പോഴും നിങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ സ്വപ്നം കണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നിരിക്കും? ചിന്തിച്ചു നോക്കൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടിരുന്നതും, ആദ്യം ഇങ്ങനെ പഠിക്കുന്നു, പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു, ജോലി നേടുന്നു, പിന്നെ പങ്കാളിയെ കണ്ടെത്തുന്നു, ജീവിതം സെറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ പേഴ്സണൽ ലൈഫിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതോ നിങ്ങളുണ്ടാക്കിയ വിദ്യാഭ്യാസമോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും അവിടെ ഒരു ഉപയോഗം വരുന്നില്ല. അവിടെ പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആളുകളെ ഡീൽ ചെയ്യാൻ അറിയുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ അറിയോ, മറ്റുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ചെയ്തു കൂട്ടുന്ന ഇമോഷൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് റിയൽ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അവിടെ അത്തരം ചോദ്യങ്ങളേ ഉള്ളൂ. നല്ല ബോധ്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊരു ഗുണമില്ല എന്നൊന്നും പറയുന്ന ആളൊന്നുമല്ല കേട്ടോ. വിദ്യാഭ്യാസം കൊണ്ട് ഗുണമില്ല അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ആവശ്യമാണ്. ബട്ട് അതൊരു കടമ്പ കടക്കുന്നവരൊക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഏത് സർട്ടിഫിക്കറ്റ് ഓറിയൻറ്റഡ് വിദ്യാഭ്യാസം.
വിദ്യാഭ്യാസം മനുഷ്യന് ബുദ്ധി ഉണ്ടാക്കും, അത് വേറെ കാര്യം. നല്ലപോലെ വിദ്യാഭ്യാസം അവനവന് വേണ്ടി പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ അറിവുകൾ ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച അക്കാഡമിക് എഡ്യൂക്കേഷനുകളിൽ നിന്നൊന്നും നമ്മളുടെ ലൈഫിൽ റെഗുലറായി യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടെ കൂടുതൽ നമ്മുടെ തലയിൽ ലോഡായിട്ടുള്ളത്. നമുക്ക് എങ്ങനെ 4 കാശ് ഉണ്ടാക്കാമെന്ന് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഉണ്ടാക്കിയ കാശ് എങ്ങനെ ചിലവാക്കാമെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഇതിനെ എങ്ങനെ നമ്മുടെ നിലവിലുള്ള ഉപയോഗങ്ങൾക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയൊക്കെ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് എടുക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നമ്മളുടെ ദേഷ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് മോഹങ്ങളും കാമങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ട്രാപ്പിലൊന്നും പോയി പെടാതെ സർവൈവ് ചെയ്ത് പോകണം, ഇതൊക്കെ എവിടെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെ അഡിക്ഷൻസിൽ പോയി ചാടാതിരിക്കണം, രക്ഷപ്പെട്ട് പോകണം, എങ്ങനെ സ്വന്തം മക്കളോട് ബിഹേവ് ചെയ്യണം പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് വിദ്യാഭ്യാസം. നമുക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, മറ്റേ ഉപജീവനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം. നമുക്ക് വിദ്യാഭ്യാസത്തെ 2ആയി തരംതിരിക്കാം: ഉപജീവന വിദ്യാഭ്യാസം, ജീവന വിദ്യാഭ്യാസം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അതിജീവന വിദ്യാഭ്യാസം. അതാണ് നമ്മളിവിടെ കൂടുതലും ഡിസ്കഷൻ ചെയ്യാറുള്ള സാധനം. ജീവനം, ഉപജീവനം, അതിജീവനം. ജീവനമാണ് നമ്മളുടെ ഉദ്ദേശം. ജീവന കലയാണ് നമുക്കറിയേണ്ടത്, ജീവിക്കുവാനുള്ള ആർട്ടാണ് നമുക്കറിയേണ്ടത്. ഉപജീവനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജീവിക്കുവാൻ അസിസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തെ അസിസ്റ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസം, ഉപജീവന വിദ്യാഭ്യാസം. അവിടെയാണ് സർട്ടിഫിക്കറ്റുകളും ജോലിയും ഒക്കെ ആവശ്യം വരുന്നത്. നമ്മുടെ ജീവിതത്തിന് നമുക്ക് സമ്പാദിക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളെ ഉപജീവനം എന്ന് പറഞ്ഞാൽ ലൈഫിനെ അസിസ്റ്റ് ചെയ്യുന്ന കാര്യം. അടുത്താണ് അതിജീവന വിദ്യാഭ്യാസം. അതിജീവന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിതം ചില ട്രാപ്പുകളിലൊക്കെ പോയിപ്പെടുമ്പോൾ, റോങ് ആളുകളുടെ ഇടയിൽ പോയിപ്പെടുമ്പോൾ, റോങ് ആയിട്ടുള്ള പ്ലേസുകൾ നമ്മൾ പോയിപ്പെടുമ്പോൾ അവിടെ നിന്നും കുതിച്ചുയരുവാനുള്ള, അതിൽ നിന്നും സടകുടഞ്ഞ് എഴുന്നേറ്റ് ലൈഫിനെ റീബിൽഡ് ചെയ്യുവാനുള്ള വിദ്യാഭ്യാസം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ലൈഫ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അല്ല, ലൈഫ് ഇങ്ങനെ PWD വർക്ക് പോലെയാണ്. ലൈഫ് എപ്പോഴും പൊളിച്ച് പണിതുകൊണ്ടിരിക്കും. ഇത് പെർമനൻ്റായിട്ട് പണിത് കഴിയുന്ന പരിപാടിയൊന്നുമില്ല. ലൈഫ് എല്ലാ മൊമെൻറ്റിലും ഓരോ ഭാഗങ്ങൾ പൊളിച്ച് പണിതുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലൈഫ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി സേഫാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബിൽഡ് ചെയ്ത ലൈഫ് മുന്നോട്ടുണ്ടായാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയല്ല. ലൈഫ് ഓൾവേസ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പൊളിക്കേണ്ടി വരും, പണിയേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും, റിമൂവ് ചെയ്യേണ്ടി വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിജീവന വിദ്യാഭ്യാസം. നമ്മളിതൊന്നും പഠിക്കുന്നില്ലേ. നമ്മൾ ഈ ഉപജീവന വിദ്യാഭ്യാസം മാത്രമാണ് നേടിയിരിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് ഉപജീവനം ഉണ്ടാക്കാൻ അറിയുന്നുണ്ടോ? അതും ഇല്ല. ഇത് തന്നെ ഒരാൾ എന്നോട് ഒരിക്കലും പറയണ്ടായിരുന്നു, ഞാൻ പഠിച്ച് ഇത്രയും വളർന്നു വലുതാവാൻ വേണ്ടി ചിലവായ ലക്ഷങ്ങളുടെ കണക്ക് പുള്ളി പറയണ്ടായിരുന്നു. എന്നിട്ട് ആ ലക്ഷങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തുച്ഛമായ സാലറിക്ക് ഒരു ജോലി കിട്ടി. പുള്ളി പറയണ, എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ ഈ ലക്ഷങ്ങൾ ബാങ്കിലിട്ടിരുന്നെങ്കിൽ അതിൻ്റെ പലിശയും കൊണ്ട് എനിക്ക് പണിയെടുക്കാതെ ജീവിക്കുമായിരുന്നു.